തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, പൊതുവെ നമ്മുടെയൊക്കെ പ്രഭാതങ്ങളിലുള്ള ഒരു സുന്ദരമായ പ്രാർത്ഥന എന്തെന്നറിയോ? ദൈവമേ, ഈ ദിവസം ഒരു നല്ല ദിവസമായിരിക്കണമേ. എനിക്ക് മാത്രമല്ല, ലോക ജനതയ്ക്ക് മുഴുവൻ നന്മയുണ്ടാകണമേ എന്നുള്ള ഒരു സുന്ദരമായ പ്രാർത്ഥനയാണ് പൊതുവെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുള്ളത്. അപ്രകാരം പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് ഈ ശുശ്രൂഷ അവസരത്തിൽ വിശുദ്ധ പത്രോസ്ലീഹ ബോധ്യപ്പെടുത്തുകയാണ്. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 3-ാം അധ്യായം 10-ാം തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു: ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. അപ്പോൾ 2 ചോദ്യങ്ങൾ പത്രോസ്ലീഹ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു. ഒന്ന്, നിന്റെ ജീവനെ നിനക്ക് ഇഷ്ടമാണോ? എന്ത് ചോദ്യമല്ലേ! നമ്മുടെ ജീവനെ നമുക്കൊക്കെ ഇഷ്ടമാണല്ലോ. അതുകൊണ്ടല്ലേ ഈ മഹാമാരിയുടെ ദുരിതത്തിനിടയിൽ പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ പെടാപ്പാട് പെടുന്നത്. അപ്പോൾ 2-ാമത്തെ ചോദ്യം, നല്ല ദിവസങ്ങൾ കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടല്ലോ. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്നുള്ളത് ദൈവമേ എന്താണ്? ദൈവമേ, ഒരു നല്ല ദിവസം ഞങ്ങൾക്കുണ്ടാകണമേ. അപ്പോൾ ജീവനെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ്ലീഹ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. പത്രോസ്ലീഹ പറയുന്നത് എന്തെന്നറിയോ? എന്താണ്? തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ സംസാരം ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം കൈവരും. എത്രയോ സത്യമായ കാര്യം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇന്നലകളിൽ നമ്മുടെ സംസാരത്തിൽ വന്ന പിഴവ് കൊണ്ടല്ലേ അസ്വസ്ഥതകളും തർക്കങ്ങളും വഴക്കുകളും നിലനിൽക്കുന്നത്? പത്രോസ്ലീഹ പറയുന്നു, നിന്റെ ജീവന് നിനക്കിഷ്ടമുണ്ടെങ്കിൽ, നല്ല ദിവസങ്ങൾ കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ സംസാരത്തെ നീ ശ്രദ്ധിക്കണം. അല്പം കൂടെ മനോഹരമായിട്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 21-ാം തിരുവചനം പറയുന്നു, ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും. നമ്മുടെയൊക്കെ ജീവനെ നശിപ്പിക്കാനും അതിനെ നിലനിർത്താനും നാവിന് കഴിയും. നമ്മൾ എങ്ങനെ ഈ നാവ് എന്ന അവയവത്തെ ഉപയോഗിക്കുന്നോ അതനുസരിച്ചാണ് സമാധാനത്തിൻ്റെ നിലനിൽപ്പെന്നുള്ളത് വചനം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും നമ്മുടെ നാവിനെ ശ്രദ്ധിക്കാനും സംസാരങ്ങളിൽ അല്പം കൂടെ ശ്രദ്ധയോടുകൂടെ അനുഗ്രഹത്തോടുകൂടെ ജീവിക്കുവാനും ദൈവം ആഗ്രഹിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നുള്ള ഒരു വീട്ടമ്മ ഫോൺ വിളിച്ച് ഒരു പ്രാർത്ഥനാ സഹായം ചോദിച്ചു. അവരുടെ കുടുംബത്തിൻ്റെ സമാധാനമാണ് പ്രാർത്ഥനാ വിഷയം. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അച്ഛാ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 5 മാസക്കാലമായിട്ട് ഞാൻ വല്ലാണ്ട് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ശാരീരികമായ വേദന വല്ലതുമാണ്? അല്ലല്ല അച്ഛാ, ശാരീരികമായ വേദനയല്ല, മറിച്ച് എൻ്റെ ഭർത്താവിൽ നിന്നുള്ള കുത്തുവാക്കുകൾ കേട്ട് ഞാൻ മടുത്തു. അച്ഛാ, ദിവസവും ആ മനുഷ്യന് എൻ്റെ മേൽ കുത്തുവാക്കുകൾ മാത്രമേ പറയാൻ സമയമുള്ളൂ. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കുത്തുവാക്കുകൾ. അച്ഛാ, ഒരു നല്ല വാക്ക് പറയണ്ടേ? ഒരു നല്ല വാക്ക്. അപ്പം ഞാൻ ചോദിച്ചു, ഈ കഴിഞ്ഞ 5 മാസം എന്ന് പറയുമ്പോൾ അപ്പോൾ കല്യാണം കഴിച്ചിട്ട് 5 മാസമേ ആയുള്ളൂ? അല്ലച്ചാ, കല്യാണം കഴിച്ചിട്ട് 12 വർഷമായി, 2 മക്കളുണ്ട്. എൻ്റെ അച്ഛാ, എന്തു പറയാനാ, ഈ കഴിഞ്ഞ 5 മാസമായിട്ട് വീട്ടിൽ തന്നെയാണല്ലോ ഇരിപ്പ്. അദ്ദേഹത്തിനുണ്ടായിരുന്ന ജോലി ഓഫീസിൽ പോയി ചെയ്യുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 മാസമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്നാണ് ജോലി. അപ്പോൾ രാത്രിയിലും പകലും വീട്ടിലുണ്ട്.
പണ്ടായിരുന്നെങ്കിൽ രാവിലെ ഓഫീസിൽ പോകും, പകൽ സമാധാനം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം അങ്ങനെയല്ലല്ലോ. അച്ഛാ, രാത്രിയിലും പകലും കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ത് കൊടുത്താലും എന്തെല്ലാം ചെയ്താലും ഒരു സന്തോഷവുമില്ല. എന്നിട്ട് ഈ സ്ത്രീ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, ഞങ്ങളുടെ വീട്ടിൽ ഒരു പശുവുണ്ട്. ആ പശുവിന് ഞാൻ കാടിവെള്ളവും പിണ്ണാക്കൊക്കെ കൊടുക്കാനായിട്ട് ബക്കറ്റിലൊക്കെ കലക്കി അങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ ചെല്ലുമ്പോൾ ആ പശു അത് കുടിക്കുന്നതിന് മുമ്പ് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കും. അച്ഛാ, ആ നോട്ടം കാണുമ്പോൾ വലിയ ഒരു സംതൃപ്തിയാണ്. എൻ്റെ അച്ഛാ, ദിവസവും വീട്ടിലുണ്ടല്ലോ ഭക്ഷണം കൊടുക്കും. അതിയാൻ ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ കൊണ്ട് വെച്ച് കൊടുക്കും. എന്നാൽ ആ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുകയോ ഒരു നല്ല വാക്ക് പറയുക പോലും ഇല്ലച്ചാ. അത് മുഴുവൻ അവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങും. ഇനി എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് വലിച്ചെൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയും. അച്ഛാ, കുത്തുവാക്കുകൾ കേട്ട് 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 ഞാൻ മടുത്തു. ഞാനിത് പറയുമ്പോൾ ഒരു വീട്ടിലെ മാത്രം സംഭവമല്ല എന്ന് എനിക്കറിയാം. കാരണം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നാവ് മൂലം സംഭവിക്കുന്ന അപകടം ഒന്ന് പരിശോധിച്ചാൽ അതെത്രയോ ഭീകരമാണ്. സംസാരത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും. നമ്മുടെ കുടുംബങ്ങളിൽ സംസാര ശൈലിയെ അല്പം കൂടെ ശ്രദ്ധിക്കാൻ ഇതാ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ക്ഷണിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നു: കലഹം നിറഞ്ഞ വീട്ടിലെ വിരുന്നിനേക്കാൾ അഭികാമ്യം സ്വസ്ഥതയോടെ കഴിക്കുന്ന ഉണങ്ങിയ അപ്പക്കഷണമാണ്. ധ്യാന വിഷയമാക്കേണ്ട ഒരു വചനം ഏതാണ്? സുഭാഷിതങ്ങളുടെ പുസ്തകം 17:1. കലഹം നിറഞ്ഞ വീട്ടിലെ വിരുന്നിനേക്കാൾ അഭികാമ്യം സ്വസ്ഥതയോടെ കഴിക്കുന്ന ഉണങ്ങിയ അപ്പക്കഷണമാണ്. പ്രിയപ്പെട്ടവരെ, ഈ അവസരത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു സുന്ദരമായ കുടുംബത്തെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. നാവ് കൊണ്ട് പരസ്പരം സൽപ്പേര് ദുഷിപ്പിക്കാതിരുന്ന, നന്മ മാത്രം പങ്കുവെച്ച് നമ്മുടെ മുമ്പിൽ മാതൃകയായി നിൽക്കുന്ന കുടുംബാംഗങ്ങളാണത്. നമുക്കൊക്കെ പരിചയമുള്ള നമ്മുടെ പ്രിയപ്പെട്ട തിരുക്കുടുംബം: ഔസേപ്പിതാവ്, മാതാവ്, ഉണ്ണിയേശു. പ്രിയപ്പെട്ടവർ, ഈ ഔസേപ്പിതാവിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. വിവാഹത്തിന് മുമ്പ് അതാ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ പെണ്ണ് ഗർഭവതിയായിരിക്കുന്നു. നാട്ടുകാരുടെ മുമ്പിൽ വേണമെങ്കിൽ ആ സ്ത്രീയുടെ സൽപ്പേര് നശിപ്പിക്കാൻ ഈ ഔസേപ്പിതാവിന് സാധിക്കുമായിരുന്നു. പക്ഷേ നാവ് കൊണ്ട് ഈ ഭാര്യയെക്കുറിച്ച് ഒരു തരത്തിലുള്ള ദുഷ്പേരും ഈ ഔസേപ്പിതാവ് പറഞ്ഞിട്ടില്ല. ബൈബിൾ വായിച്ചു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇത് കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. ദേവാലയത്തിൽ വെച്ച് യേശുവിനെ കാണാതാവുന്ന രംഗം. ബൈബിൾ പറയുന്നത് എന്താണ്? ബന്ധുക്കളുടെ കൂടെ കാണുമെന്ന് അവർ കരുതി. നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഭാര്യ ഭർത്താവിനോട് പറയും, ഇത് നിങ്ങളുടെ കഴിവില്ലായ്മയാണ്, നിങ്ങളല്ലേ മകനെ നോക്കേണ്ടത്. ഭർത്താവ് പറയും, എടി ഭാര്യ, ഇത് നിന്റെ കഴിവുകേടാണ്, നീ കാരണമല്ലേ മകൻ നഷ്ടപ്പെട്ടത്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഭാര്യയും ഭർത്താവും പരസ്പരം തർക്കിക്കുന്നില്ല, പരസ്പരം പഴിചാരുന്നില്ല, പരസ്പരം സൽപ്പേര് നശിപ്പിക്കുന്നില്ല. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ ഒരിക്കലും പരസ്പരം സൽപ്പേര് നശിപ്പിക്കാതിരിക്കുന്ന, പരസ്പരം കുത്തുവാക്കുകൾ പറയാതിരിക്കുന്ന കുടുംബമാണ് തിരുക്കുടുംബമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ആ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന യേശു തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഏറ്റവും വലിയ അനുഗ്രഹവും അതുതന്നെയാണ്. പ്രിയപ്പെട്ടവരെ, വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട് ജനമധ്യത്തിൽ വന്നു കിടക്കുന്ന ആ സ്ത്രീയെ ഒരിക്കലും ആ സ്ത്രീയുടെ സൽപ്പേര് നശിപ്പിക്കാൻ യേശു ആഗ്രഹിക്കുന്നില്ല. വീണ്ടും യൂദാസിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, യൂദാസ് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കെടുക്കുമെന്നുള്ള കാര്യം യേശു അറിഞ്ഞതിന് ശേഷം ആ യേശു 4-ലധികം തവണ യൂദാസിനെ കൃത്യമായിട്ട് വാണിംഗ് കൊടുക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ വായിച്ചു പോകുമ്പോൾ ഒരു കാര്യമുണ്ട്. 12 ശിഷ്യന്മാരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ യേശുവിന് പറയാം, യൂദാസെ, നീ ഒറ്റിക്കൊടുക്കാൻ പോവല്ലേ,
അവൻ്റെ പേര് പറഞ്ഞ് വേണമെങ്കിൽ അവൻ്റെ പേര് നശിപ്പിക്കാം. എന്നാൽ യേശു അവൻ്റെ പേര് അവിടെ അപകീർത്തിപ്പെടുത്തിയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവന് ഒരവസരം കൊടുക്കുമ്പോൾ കൃത്യമായി അവൻ്റെ സൽപ്പേര് നശിപ്പിക്കാതെയാണ് യേശു ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്. നമ്മുടെ മുമ്പിൽ ഔസേപ്പിതാവും മാതാവും ഉണ്ണിയേശുവും നൽകുന്ന മാതൃക എന്നുള്ളത് കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട ചില ശൈലികളാണ്. പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഇല്ലാത്ത കുടുംബങ്ങൾ എങ്ങുമില്ല. ഒരുപക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞ തിരുക്കുടുംബം കടന്നുപോയ പ്രശ്നങ്ങളെക്കാളും വലുതാണോ നിന്റെ വീട്ടിലെ പ്രശ്നം? തിരുക്കുടുംബം കടന്നുപോയ പ്രശ്നങ്ങളെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. അവർ കടന്നുപോയ പ്രശ്നങ്ങളുടെ ഒരു 7 ഏലകത്ത് പോലും നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ ഇല്ല. കാരണം അത്രമാത്രം തീക്കകത്തുകൂടെയാണ് ആ കുടുംബം കടന്നുപോയത്. വിവാഹമാകുന്നതിന് മുമ്പ് തന്നെ ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ പരസ്പരം കുത്തുവാക്കുകൾ പറയാതെ, സൽപ്പേര് നശിപ്പിക്കാതെ, നന്മ പരസ്പരം സംസാരിച്ചുകൊണ്ട് ആ കുടുംബത്തിൽ അനുഗ്രഹം നിറച്ചു എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ പത്രോസ്ലീഹ ആദ്യം പറഞ്ഞ വചനം മറക്കരുത്. നിന്റെ ജീവനെ നിനക്കിഷ്ടമുണ്ടോ? നല്ല ദിവസങ്ങൾ കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നിന്റെ കുടുംബത്തിൽ സമാധാന ആഗ്രഹമുണ്ടോ? എങ്കിൽ നിന്റെ സംസാരത്തെ നീ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, സംസാരത്തെ ശ്രദ്ധിക്കുന്നത് വഴി സംഭവിക്കുന്ന അത്ഭുതകരമായ കാര്യമെന്നുള്ളത് നമ്മുടെ കുടുംബത്തിൽ അതാ സമാധാനം നിറഞ്ഞു നിൽക്കുന്ന വലിയ ഒരു കൃപയാണ്. കുടുംബത്തിൻ്റെ സമാധാനത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് നമ്മുടെ സംസാരത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള നമ്മുടെ വാക്കുകളെ നമുക്ക് ശ്രദ്ധിച്ചാൽ കുടുംബത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വിശുദ്ധ പൗലോസ്ലീഹ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നത്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന ഒരു പാപമാണ് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന തിന്മയുടെ വാക്കുകൾ എന്നുള്ളതാണ്. വിശുദ്ധ പൗലോസ്ലീഹ എഫെസർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-30 വചനം ഇങ്ങനെയാണ്: നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകം വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. എന്നിട്ട് വചനം പറയുന്നത്, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരം വഴി പരിശുദ്ധാത്മാവിനെ നമുക്ക് വേദനിപ്പിക്കാം. എങ്ങനെ? ദുഷിച്ച വാക്കുകൾ പറയുന്നതിലൂടെ, തിന്മയായ കാര്യങ്ങൾ സംസാരിക്കുന്നതിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെയാണ് വേദനിപ്പിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 16-17 തിരുവചനം അതിലിങ്ങനെയാണ്: കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്, 7-മതൊന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു: ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ. അതായത് കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിലൊരു പ്രധാനപ്പെട്ട എന്താണ്? വ്യാജം പറയുന്ന നാവ്. നമ്മുടെ നാവിനെ നമുക്ക് അല്പം കൂടെ ശ്രദ്ധിച്ചാൽ അത്ഭുതങ്ങൾ കുടുംബത്തിൽ നമ്മളായിരിക്കുന്നിടങ്ങളിൽ സംഭവിക്കും. കാരണം നമ്മുടെ സംസാരത്തിലൂടെ, ശാസ്ത്രമൊക്കെ പറയുന്ന കാര്യം എന്താ? നമ്മുടെ സംസാരത്തിലൂടെ പുറത്തേക്ക് വരുന്നത് ഇതൊരു പവറാണ്, ഒരു ശക്തിയാണ്. ഈ ശക്തി ഒരിക്കലും നശിക്കുന്നില്ല. ആ നശിക്കാത്ത ശക്തി അത് അവിടെ തന്നെ കിടക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുടുംബത്തിൽ ആ കുടുംബാംഗങ്ങൾ അവിടെ പരസ്പരം ദുഷിപ്പാണ്, പരസ്പരം കലഹമാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ അന്തരീക്ഷത്തിൽ മുഴുവൻ, ആ വീട്ടിലെ മുറിക്കുള്ളിൽ മുഴുവൻ നെഗറ്റീവ് എനർജി ആയിരിക്കും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് കുടുംബ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ അതിശക്തമായിട്ട് തിരുസഭ പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? ഒരു കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നത് വഴി ആ കുടുംബത്തിൽ പ്രാർത്ഥനയുടെ ശക്തി അതിങ്ങനെ ആ കുടുംബത്തിൽ തങ്ങി നിൽക്കും. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം,
വർഷങ്ങൾ കൊണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നേടിയ കൃപ എന്താ? ആ അന്തരീക്ഷത്തിൽ തന്നെ വലിയ ഒരു പ്രാർത്ഥനയുടെ ശക്തി തങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. അങ്ങനെ നിലനിൽക്കാൻ പറ്റണമെങ്കിൽ ആ കുടുംബത്തിൽ എന്തുണ്ട്? പ്രാർത്ഥനയുടെ ഒരു കവചം ആ കുടുംബത്തിലുണ്ട്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലമുണ്ട്, അല്ലേ? എല്ലാ ദിവസവും മുട്ടുകുത്തി നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തിലെ ആ പ്രാർത്ഥനയുടെ സ്ഥലം, ആ സ്ഥലത്ത് എന്തുണ്ട്? വലിയൊരു അഭിഷേകം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കാരണം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. ആ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ശാസ്ത്രം പറയുന്നതെങ്കിലും വിശ്വസിച്ചാൽ മതി, എന്താണ്? അവിടെ ഒരു എനർജി നിലനിൽക്കുന്നു. അത് പോസിറ്റീവ് എനർജിയാണ്. തിന്മ സംസാരിക്കുന്ന ഇടങ്ങളിൽ ഈ തിന്മയുടെ എനർജി ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് പൗലോസ്ലീഹയൊക്കെ പറയുന്നൊരു കാര്യം, നിങ്ങൾ ഒരിക്കലും സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. തിന്മ സംസാരിക്കുന്ന ഇടങ്ങളിൽ സാത്താൻ സാവധാനം നുഴഞ്ഞു കയറി ആ അന്തരീക്ഷത്തിൻ്റെ കൃപ മുഴുവൻ നശിപ്പിച്ചു കളയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പത്രോസ്ലീഹ ഈ ശുശ്രൂഷാവസരത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ സംസാര ശൈലിയെ അല്പം കൂടെ നമുക്ക് വിശുദ്ധീകരിക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സംസാരത്തിൽ മറ്റുള്ളവരെ തളർത്തുന്ന തരത്തിൽ, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ശൈലി ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക. ശ്രദ്ധിച്ചിട്ടില്ലേ ചിലരുടെ സംസാര ശൈലി? അവർ നാവ് തുറന്നു കഴിഞ്ഞാൽ പറയുന്നത് മുഴുവൻ മറ്റുള്ളവരെക്കുറിച്ചുള്ള ദുഷിപ്പുകളാണ്. മറ്റുള്ളവരെക്കുറിച്ചുള്ള ദുഷിപ്പ്. ആ ദുഷിപ്പ് സംസാരിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? അത് കേൾക്കുന്ന വ്യക്തികളിലേക്ക്, ആ അന്തരീക്ഷത്തിലേക്ക് ആ ദുഷിപ്പ് പകരപ്പെടുകയാണ്. പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മക്കളോടുള്ള ഇടപെടലിൽ, മക്കളോടുള്ള സംസാരത്തിൽ നാവിനെ ശ്രദ്ധിക്കണം. ചില മാതാപിതാക്കളെങ്കിലും അവരുടെ നാവിൽ നിന്ന് വീണ ചില ശാപം പിടിച്ച വാക്കുകൾ കൊണ്ട് അവരുടെ മക്കളുടെ കുടുംബത്തിലെ ജീവിതത്തിലെ അനുഗ്രഹത്തെ നശിപ്പിച്ചിട്ടുണ്ട്. കൗൺസിലിംഗ് വേദികളിലൊക്കെ അനേക കുട്ടികളൊക്കെ വന്ന് സങ്കടത്തോടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്തെന്നറിയോ? അപ്പനും അമ്മയ്ക്കും ഞങ്ങളെ വേണ്ട. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളോട് ആര് പറഞ്ഞു? അപ്പൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലച്ചാ. പക്ഷേ അപ്പൻ്റെയും അമ്മയുടെയും സംസാരത്തിലൂടെ പലപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ അവർക്കൊരു ഭാരമാണ്. ഒരു കുട്ടി എന്നോട് പറഞ്ഞത്, അച്ഛാ പരീക്ഷയ്ക്ക് എനിക്കൊരല്പം മാർക്ക് കുറഞ്ഞുപോയി. അന്ന് മുതൽ എൻ്റെ അപ്പന് എന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കുന്ന ചോദ്യം, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? നീ ഒരു മണ്ടനല്ലേ? നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? പ്രിയപ്പെട്ടവരെ, മണ്ടനാണ്, മണ്ടിയാണ് എന്നുള്ള വാക്ക് അത് നാട്ടുകാരല്ല, മറിച്ച് സ്വന്തം കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ പറഞ്ഞ് കേൾക്കുന്ന മക്കളുടെ ജീവിത അവസ്ഥ എന്തായിരിക്കും? അവരുടെ തലയിൽ അവർക്കൊരു കാര്യം ബോധ്യപ്പെടും, എൻ്റെ ജീവിതത്തിൽ എന്നെ ഈ ഭൂമിയിൽ സൃഷ്ടി നൽകിയ എൻ്റെ മാതാപിതാക്കൾ പറയുന്നു ഞാൻ മണ്ടനാണ്, മണ്ടിയാണ്, പിന്നെ എന്തിനാണ് എൻ്റെ ജീവിതം? സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 3-ാം തിരുവചനം വചനം പറയുന്നു, വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നവൻ തൻ്റെ ജീവനെ സുരക്ഷിതമാക്കുന്നു. വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുക, ജീവൻ സുരക്ഷിതമാക്കുക. ആരുടെ ജീവൻ? നമ്മുടെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന ചുറ്റുവട്ടത്തുള്ളവരുടെയും ജീവൻ സുരക്ഷിതമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസാരത്തെ ശ്രദ്ധിക്കുക. വെറുപ്പിൻ്റെ വാക്കുകൾ പറയുന്ന ശൈലി ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക. കഴിഞ്ഞ നാളിൽ ഒരു കുടുംബ പ്രശ്നത്തോട് ബന്ധപ്പെട്ട് കൗൺസിലിങ്ങിന് വേണ്ടി ഇരിക്കുകയാണ്. സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കാണ്, ചെറുപ്പകാലം മുതലുള്ള അവരുടെ വഴക്കാണ്. ഈ മനുഷ്യൻ പറയാണ്, അച്ഛാ ചത്താലും ഞാൻ അവനോട് ക്ഷമിക്കുകയില്ല, ചത്താലും ഞാൻ അവനോട് ക്ഷമിക്കുകയില്ല. എന്തൊരു പിടിവാശിയാണെന്നറിയോ? അച്ഛോ ഈ കാര്യം മാത്രം എന്നോട് പറയരുത്, ഈ കാര്യം മാത്രം എന്നോട് പറയും, ചത്താലും ഞാൻ ക്ഷമിക്കുകയില്ല. അച്ഛന് വേറെ വല്ലതും ഉണ്ടേ പറഞ്ഞോ. സഹോദരനോടുള്ള ബന്ധത്തിലുള്ള ഒരു അസ്വസ്ഥത, വർഷങ്ങൾക്ക് മുമ്പുള്ള അവരുടെ ഒരു തെറ്റിദ്ധാരണ, ഇതാ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നു. എങ്കിൽ ഈ മനുഷ്യൻ പറയും, പ്രായമായി, ചത്താലും ഞാൻ ക്ഷമിക്കുകയില്ല അച്ചോ. വെറുപ്പിൻ്റെ വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, ആ ഒരൊറ്റ വാക്കുമതിയല്ലോ തലമുറയോളമായിട്ട് ആ കുടുംബത്തിലെ വഴക്ക് നിലനിൽക്കുവാൻ. അതോടൊപ്പം തന്നെയുള്ള മറ്റു ചിലരുടെ സംസാര ശൈലികളുണ്ട്. നിരാശയിൽ നിന്നുള്ള സംസാര ശൈലി. നിരാശ,
തൊട്ടതിനും പിടിച്ചതിനൊക്കെ അവർ പറയും ഞാനിപ്പോൾ ചത്തുകളയും, ഞാനിപ്പോൾ ചത്തുകളയും, എന്നെക്കൊണ്ട് ആവശ്യമില്ല, എന്നെ എന്തിനു കൊള്ളാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിരാശയിൽ നിന്നുള്ള സംസാര ശൈലി ഒട്ടും അനുഗ്രഹപ്രദമല്ല. നമ്മൾ ആരാ നമ്മളോട് തന്നെ പറയാൻ ഞാനിപ്പോൾ ചത്തുകളയും? ജീവൻ്റെ ഉറവിടം എന്ന് പറയും ദൈവം തന്നതാ. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് ഞാൻ ചത്തുകളയും, ഞാൻ ചത്തുകളയും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക്, ഭർത്താവ് ഭാര്യയോട് പറയും നീ ഇഷ്ടമുള്ള പോലെ ചെയ്യും, എന്നാൽ പിന്നെ ഞാൻ ചത്തുകളഞ്ഞേക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു വഴക്കിനിടയിൽ പരസ്പരമുള്ള സംസാരത്തിൽ പലതവണ ആവർത്തിച്ച് ഞാൻ ചത്തുകളയും, ഞാൻ ചത്തുകളയുമെന്ന് ഒരു നെഗറ്റീവ് സംസാരം ഉണ്ടാകുമ്പോൾ ആരാണ് അവിടെ പ്രവർത്തിക്കുന്നത്? അവിടെ പിശാച് രംഗപ്രവേശനം ചെയ്യും. പ്രത്യേകിച്ച് മാതാപിതാക്കളെ നിങ്ങൾ വഴക്കിടുമ്പോൾ ദയവ് ചെയ്ത് മക്കളുടെ മുമ്പിൽ നിന്ന് വഴക്കിടല്ലേ. കാരണം എന്താ? അവർ നിങ്ങളുടെ വഴക്കിങ്ങനെ കണ്ടുകൊണ്ട് അവരുടെ തലയിൽ ഇതിങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും. ഒരുപക്ഷെ വഴക്കിടുമ്പോൾ മക്കൾ, അവർക്ക് സംസാരിക്കാൻ ശേഷിയൊന്നും ഇല്ലായിരിക്കും, അവരൊന്നും മിണ്ടാതെ അപ്പൻ്റെ അമ്മയുടെ മുഖത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് വഴക്കൊക്കെ ഇടുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ അല്ലേ, എന്തെല്ലാം വാക്കുകളാണ് വീഴുന്നത്. ഡിക്ഷണറിയിലില്ലാത്ത വാക്കുകളൊക്കെ വീഴും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് നമ്മളത് തോന്നിയതൊക്കെ പറഞ്ഞു, ഭാര്യയും ഭർത്താവും പറഞ്ഞു. അതിനുശേഷം ഭാര്യയും ഭർത്താവ് സ്നേഹത്തിലായി, പ്രശ്നം തീർന്നു. പക്ഷേ മക്കളുടെ മുമ്പിൽ വെച്ച് വഴക്കിട്ട് കഴിഞ്ഞ് ഈ മക്കൾ ഇതെല്ലാം തലയിൽ സൂക്ഷിച്ചു വയ്ക്കും. തലയിൽ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്തു ചെയ്യും? പിന്നീട് അവരിത് ആരോപിക്കാൻ തുടങ്ങും. ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, കുടുംബത്തിൽ ഭാര്യയും ഭർത്താവ് എപ്പോഴും കലഹമാണ്. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ തമാശയ്ക്കാണ് അച്ഛാ കലഹം ഉണ്ടാക്കുന്നത്. ഈ തമാശയ്ക്കാണെങ്കിൽ ഇവർ കലഹം ഉണ്ടാക്കുമ്പോൾ ഇവർ പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഇവർ ആദ്യം തന്നെ ഭാര്യ ഭർത്താവിൻ്റെ കുടുംബക്കാരെ കുറിച്ച് പറയും. ഭർത്താവിൻ്റെ കുടുംബക്കാരെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഭർത്താവ് ഭാര്യയുടെ കുടുംബക്കാരെ കുറിച്ച് പറയും. ഭാര്യ ഭർത്താവിനോട് പറയും ഇയാളുടെ അപ്പൻ്റെ ഗുണം, അല്ലെങ്കിൽ അപ്പൻ കള്ളുകുടിയനല്ലായിരുന്നു, അപ്പൻ്റെ കുടുംബ മാഹാത്മ്യം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബചരിത്രം. ഉടനെ തന്നെ ഭാര്യയെക്കുറിച്ച് ഭർത്താവ് പറഞ്ഞു തുടങ്ങും, നിനക്കെന്ത് അവകാശം ഉണ്ടടി പറയാനായിട്ട്, നിൻ്റെ കുടുംബചരിത്രം എനിക്കറിയാമല്ലോ. ഇതെല്ലാം ആര് കേട്ട് നിൽക്കുകയാണ്? ഈ മക്കൾ കേട്ട് നിൽക്കുകയാണ്. പിന്നീട് നാളുകൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. മക്കളെ ഒരു കാര്യത്തിന് ഉപദേശിക്കാൻ ചെന്നപ്പോൾ അപ്പനോട് ഈ മകൻ, അവന് സംസാരിക്കാനൊക്കെ ശേഷിയായപ്പോൾ അവൻ പറഞ്ഞു അപ്പൻ അധികം വർത്താനൊന്നും പറയേണ്ട, അപ്പൻ്റെ കുടുംബചരിത്രമൊക്കെ എനിക്കറിയാം. അപ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞു എടാ ഇങ്ങനെയാണോ അപ്പനോട് സംസാരിക്കുന്നത്? അമ്മയും അധികം പറയേണ്ട, അമ്മയുടെ കുടുംബചരിത്രമൊക്കെ എനിക്കറിയാം. എന്തു മനസ്സിലായി? പറയുന്നതെല്ലാം ദാ അവിടെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ അന്തരീക്ഷത്തിൽ പോലും നമ്മുടെ സംസാരം കിടക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസാരത്തെ അല്പം കൂടെ നമുക്ക് മനോഹരമാക്കി മാറ്റാം, പരസ്പരം പ്രോത്സാഹിപ്പിക്കാം. നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഈ മഹാദുരിതത്തിൻ്റെ കാലത്ത് നമ്മുടെ സംസാര ശൈലി അല്പം കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എത്രയോ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. കൊറോണ എന്നുള്ളത് ഒരു വൈറസ്, അദൃശ്യമാണ്, കാണാനില്ല എന്നാണ് പറയണത് അല്ലേ? പ്രിയപ്പെട്ടവരെ, ആ വൈറസിനേക്കാൾ വലിയ വിഷമുള്ള വൈറസാണ് നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഈ ദുഷിച്ച വാക്കുകൾ. ആ വാക്കുകൾ പരസ്പരം ചെളിവാരി എറിയും. എന്നിട്ട് എന്ത് സംഭവിക്കും? അത് പിന്നീട് അതവിടെ കിടന്ന് അസ്വസ്ഥതകൾ മാത്രമാക്കി മാറ്റും. ജെറമിയായുടെ പ്രവചനം നമ്മുടെ മുമ്പിൽ മനോഹരമായൊരു പ്രാർത്ഥന പോലെ പറഞ്ഞു വയ്ക്കും. ജെറമിയായുടെ പ്രവചനം 15-ാം അധ്യായം 19-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാവും. പ്രിയപ്പെട്ടവരെ, ജെറമിയ പ്രവാചകൻ നമ്മളോട് വലിയ ഒരു സദ്വാർത്ത പറയുകയാണ്. വിലകെട്ടവ പറയാതിരുന്നാൽ നീ എൻ്റെ നാവ് പോലെയാവും. ദൈവം പറയുകയാണ്, നമ്മുടെ ജീവിതത്തെ ദൈവം അങ്ങ് ഏറ്റെടുക്കുമെന്ന്. സങ്കീർത്തകൻ്റെ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്, ഈ അവസരത്തിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. സങ്കീർത്തനം 39-ാം അധ്യായം 1-ാം തിരുവചനം. ഞാൻ പറഞ്ഞു, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും. എൻ്റെ മുമ്പിൽ ദുഷ്ടർ ഉള്ളിടത്തോളം കാലം നാവിന് ഞാൻ കടിഞ്ഞാണിടും. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ നാവിന് ഒരല്പം കടിഞ്ഞാൺ ആവശ്യമാണ്. നമ്മുടെ നാവിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കൊറോണ എന്ന വൈറസിനേക്കാൾ വലിയ ദുഷിപ്പാണ് നമ്മുടെ നാവ് പലപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്.
അത് പടർന്നു കഴിയുമ്പോൾ ഒരിക്കലും സൗഖ്യപ്പെടുത്താനാവാത്ത വിധം മറ്റുള്ളവരെ അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സാംക്രമിക രോഗമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ നാവിനെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പത്രോസ് ശ്ലീഹ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം 1 പത്രോസ് 3-ാം അധ്യായം 10-ാം തിരുവചനത്തിലാണ്. നിന്റെ ജീവനെ നിനക്കിഷ്ടമുണ്ടോ? നല്ല ദിവസങ്ങൾ കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ എന്തു ചെയ്യണം? നമ്മുടെ നാവിനെ നമുക്ക് സൂക്ഷിക്കാം. നല്ല കാര്യങ്ങൾ പറയാൻ, ദൈവസ്തുതികൾ ആലപിക്കുവാൻ നമ്മുടെ നാവിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നമ്മുടെ നാവിലൂടെ ആ കുടുംബത്തിൽ സംഭവിക്കപ്പെടും. അപ്രകാരമുള്ള ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായിട്ട് നിങ്ങൾ സംഭവിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ആമേൻ.